കുറച്ച് ലേറ്റ് ആയെങ്കിലും സ്റ്റൈലായി തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ന്യൂ ഇയർ റാലി ആരംഭിച്ചു കഴിഞ്ഞു. ഫോർട്ട് കൊച്ചിക്കാരെല്ലാം തന്നെ വളരെയധികം ആവേശത്തിലാണ്. എൻ്റെ തൊട്ടുപുറകിൽ ചേച്ചിമാരെല്ലാം സൈക്കിൾ റാലിയായി വളരെയധികം സന്തോഷത്തോടു കൂടി ഈ ആഘോഷങ്ങളുടെ ഭാഗമാകുവാണ്. അവർക്കെല്ലാം തന്നെ ഈ പുതുവത്സരം ഒരു ഉത്സവമാക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ചേച്ചി, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഉഷാറല്ലേ? ഉഷാറാണ്, അടിപൊളിയാണ്. എപ്പോഴും പങ്കെടുക്കാറുണ്ടോ? ഇപ്പൊ 2-3 വർഷമായി ഞങ്ങൾ പങ്കെടുക്കുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പർ സൂപ്പർ, നല്ല പോസിറ്റീവ് അല്ലേ? ഞങ്ങളുടെ കൊച്ചിയുടെ അഭിമാനമല്ലേ ഇത് കാർണിവല്. വൈകിയെങ്കിലും അടിപൊളിയാകും. സൂപ്പർ സൂപ്പർ, ഞങ്ങളെ എപ്പോഴും ഉണ്ടാവും. ഞങ്ങൾ ഇതിന്റെ സാന്നിധ്യം എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാവും. എങ്ങനെയുണ്ട് ആഘോഷങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കളറാണ്, നല്ല ഫുൾ കളറാണ്. കളറാണ്, വൻ കളറാണ്. ആഘോഷങ്ങൾക്ക് ഒരു കുറവുമില്ല. ഇവിടെ ഗംഭീരമായാണ് ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സൈക്കിൾ റാലിയുണ്ട്, അതിന് തൊട്ടുപുറകെ ഫ്ലോട്ടുകളുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഇവിടെ ആഘോഷങ്ങൾ പൊടിപൊടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. രൂപങ്ങൾ ഇങ്ങനെ തെയ്യത്തിൻ്റെയും മറ്റും രൂപങ്ങളെല്ലാം തന്നെ ഇങ്ങനെ അണിനിരന്ന് കഴിഞ്ഞു. മറ്റു കാഴ്ചകളുമുണ്ട്. നിരവധി പേർ ഫാൻസി ഡ്രസ്സിന്റെ ഭാഗമായി ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം ഇവിടുത്തെ കാഴ്ചകളെല്ലാം തന്നെ വൻ കളറാണ്. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം, പലരും വർഷങ്ങളായാണ് ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നത്. ഒരു വർഷം പോലും മുടങ്ങാതെ ഈ റാലിയുടെ ഭാഗമാകുന്നവരും ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വികാരം തന്നെയാണ്. എല്ലാ വർഷവും ഇതിൽ പങ്കെടുക്കണമെന്നത് അവർ ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഇത് കാണാനായിട്ട് കുട്ടികളുണ്ട്, മറ്റുള്ളവരെല്ലാം തന്നെ ഇതിന്റെ ഒരു ഭാഗമായിട്ടുണ്ട്. ചേട്ടാ, എപ്പോഴും പങ്കെടുക്കുന്നതാണോ ഇതില്? 26 വർഷമായി. ഇപ്പൊ പള്ളിയിലച്ഛനായിട്ടാണ്? പള്ളിയിലച്ഛനാണ്. എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? ന്യൂ ഇയർ മെസ്സേജ്? ന്യൂ ഇയർ മെസ്സേജ് ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് എല്ലാ വർഷവും നടന്നു വരുന്നൊരു ഇതാണ്. 40 വർഷമായി കാർണിവൽ ഇറങ്ങണം. ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കണേ. ഞങ്ങൾക്ക് പ്രൈസ് അല്ല പ്രശ്നം, ജനങ്ങളെ സന്തോഷിപ്പിക്കണം, അത്രയേ ഉള്ളൂ. എൻ്റെ ഭാര്യ അടിപൊളി. ഹാപ്പി ന്യൂ ഇയർ. രാജുവിനെ രാധയെ മാത്രമേ കിട്ടിയുള്ളൂ. കുട്ടൂസൻ എന്തിയെ? എന്റെ കുട്ടൂസനാണ് ഇരിക്കുന്നത്. കുട്ടൂസനെ ഇപ്പോ ജീൻസ് ഇട്ടിരിക്കുന്നു, കുട്ടൂസനെ ഇപ്പോ പൂക്കളുള്ള ഷർട്ട് ഇട്ടിരിക്കുന്നു. ഇപ്പൊ ഈ പാവണ്ടാക്കിനെ വേണ്ട, ഞാൻ കട്ടപ്പെട്ട് മായാവിയെ ഉള്ളിലാക്കിയിട്ടുണ്ട്. അതെങ്കിലും കാണിച്ചിട്ട് കുട്ടൂസൻ തിരിച്ചു വരുമോ എന്നറിയില്ല. കുട്ടൂസ, മായാവിനെ കിട്ടി, മായാവിനെ കിട്ടി, മായാവിനെ കിട്ടി. ഞാൻ അജയായിരിക്കുന്നു. അല്ല, കൊച്ചിയുടെ ഒരു പ്രത്യേകത ഇതാണ്. നമ്മൾ 1-ാം തീയതി നടക്കേണ്ട റാലി 2-ാം തീയതി ആണെങ്കിലും കൊച്ചിയുടെ വൈബിനൊരു മാറ്റമില്ല, പങ്കാളിത്തത്തിനൊരു മാറ്റമില്ല. കൊച്ചിയുടെ ഒരു പൈതൃകത്തിൻ്റെ, സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ എല്ലാം അടയാളമാണ് നമ്മുടെ കാർണിവൽ റാലി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് വേറെ ഒരു ദിവസത്തേക്ക് പോയാലും, എത്ര പോസ്റ്റ്പോണ്ടറാണെങ്കിലും ഈ ജനാവലി ഉണ്ടാകും, ഈ ആഘോഷങ്ങളുണ്ടാകും. മനുഷ്യർ ജാതി മത ദേശ പരിഗണനകൾക്കെല്ലാം അപ്പുറത്ത് നിൽക്കുന്ന ഒരു പ്രത്യേകത കൊച്ചിയുടെ സാംസ്കാരിക സാഹചര്യങ്ങൾക്കുണ്ട്. അതിന് ഇണങ്ങുന്ന ഒരു റാലി തന്നെയാണിത്. ഹലോ, ഫുൾ വൈബാണല്ലോ. ഹാപ്പി അല്ലേ? ഹാപ്പി, വെരി വെരി ഹാപ്പി. എങ്ങനെയുണ്ട് ന്യൂ ഇയർ? ഇപ്പൊ തുടങ്ങി. സൂപ്പർ സൂപ്പർ, बहुत अच्छा है. कैसा है न्यू ईयर? बहुत अच्छा है. अच्छा है. आप कहाँ से? पल्लुरुती, पंजाब से. या कोची अच्छा है, बहुत अच्छा है. केरला में कोची बहुत बड़ा अच्छा आदमी है, पूरा आदमी है ना, अच्छा है. അങ്ങനെ ഫോർട്ട് കൊച്ചിക്കാർ പല വേഷത്തിലാണ് ഇവിടെ ഉത്സവമായി തീർത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ പലതരം രൂപത്തിലാണ് ആളുകളുള്ളത്. മരുന്ന് വൈദ്യന്മാരുണ്ട്, മറ്റ് രൂപങ്ങളുണ്ട്.
കലാകാരന്മാരുണ്ട്. അങ്ങനെ ഓരോരോ രൂപങ്ങളായി ഇവിടെ വൻ കളറായി തീർത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാഴ്ചകളും. ശീലപ്പൊടിയാക്കി 10 ഇടങ്ങളിൽ വെള്ളത്തിൽ വേവിച്ച് ആയുർവേദ മരുന്നുകളാണോ? എന്തൊക്കെ മരുന്നുണ്ട്? കുറുന്തോട്ടി, അടലോടകം, തഴുതാമ വേല, കഴുതവേല, തിപ്പൊലി, ഏമോദകം, കടുക്ക, കാഞ്ഞിരക്കുരു, ശതവാരിക്കിഴങ്ങ്, ശതകുപ്പ ഇവ കറുമുറ വറുത്ത് പൊടിച്ച് ശീലപ്പൊടിയാക്കി 10 ഇടങ്ങളിൽ വെള്ളത്തിൽ വേവിച്ച് ആറ്റുകുറുക്ക് നാനാഴിയാക്കി ആഴക്ക് വീതമെടുത്ത് ചെറുകുപ്പികളിലാക്കി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന സുഹൃത്തുക്കളെ, ഉറക്കത്തിൽ കെടുകെടുപ്പ്, മോന്തായത്തിലെടുപ്പ്, ഞെട്ടല് എന്നീ സകലമാന രോഗങ്ങൾക്കും കരിമലയിൽ ആടിപ്പാടി അടക്കുന്ന ആനകളുടെ ആനപ്പിണ്ട ശേഖരിച്ച് ആറ്റോറ്റ് കൊഴിച്ചുണ്ടാക്കിയാണ് സാർ ഈ ആനവാദിലേക്കും കുറുന്തോട്ടി, ആടലോടകം, തഴുതാമ വേല, കഴുതവേല, തിപ്പൊലി, അയമോദകം, കടുക്ക, കാഞ്ഞിരക്കുരു എല്ലാം പച്ചമരുന്നുകളാണ്. ഉഷാറല്ലേ? പിന്നെ തീർച്ചയായും ഇത് നമ്മളുടെ ആഘോഷമല്ലേ. കേരളത്തിന് എല്ലാവർക്കും വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു സംഭവം അത്രേ ഉള്ളൂ. വലയില്ലാത്ത സ്പൈഡർമാൻ ആണോ? വല നമ്മൾക്ക് മറ്റുള്ള പരിചയമില്ലാത്തവർക്ക് മുട്ടിക്കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാകരുതല്ലോ എന്ന് കരുതിയിട്ടാണ് വല എടുക്കാഞ്ഞത്. നമ്മൾ എല്ലാം നോക്കണ്ടേ, അതുകൊണ്ടാണ് സൗകര്യം നോക്കി അങ്ങനെ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ചെയ്യുന്നുള്ളൂ. നമുക്ക് കാണികൾക്ക് പോലും ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. അതുകൊണ്ടാണ് വല ഒഴിവാക്കിയത്, അല്ലാതെ മനഃപൂർവ്വം ചെയ്തതല്ല. ഈ ബാഗിൽ നമുക്ക് അത്യാവശ്യം വന്നാലും ഒരു വെള്ളം കുടിക്കാനോ ഒരു ഫോൺ വിളിക്കാനൊക്കെ ഉള്ള ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ സ്പൈഡർമാൻ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമ്മളൊരു മാതൃകയാണ്ടല്ലോ മറ്റുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ എല്ലാ തയ്യാറെടുപ്പും കൂടെ വന്നു തരുന്നത്. സ്പൈഡർമാൻ വന്നിരിക്കുന്ന പോസ് ഒന്ന് കാണിച്ചു. ഫുൾ അവസാനം Come on. Yes. റാലിക്കൊക്കെ സ്ഥിരം വരാറുണ്ട്? ഉണ്ട്. ഇവിടെ വീട്, അടുത്ത വീട്. ഇഷ്ടപ്പെട്ടോ മോളെ? ഇതൊക്കെ ഇഷ്ടായോ? എന്താ ഇഷ്ടായേ? ഇഷ്ടപ്പെട്ടോ ചേച്ചി? ഇഷ്ടപ്പെട്ടു. സ്ഥിരം വരുന്നതാണോ? ഇവിടെ വീട്. പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. അതെ, വീട് ഇവിടെ തന്നെയാണ്. പങ്കെടുക്കാൻ തോന്നി ഇതൊക്കെ? നല്ലതാണ്. ഞങ്ങളുടെ പഠിച്ച കോളേജ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് ഇവിടെ. കോളേജിന് ഫുൾ സപ്പോർട്ടാണ്? അതെ. ഭയങ്കര മതസൗഹാർദ്ദമാണല്ലോ. അതെ, ഞങ്ങള് ഫ്രണ്ട്ഷിപ്പാണ്, ഗോഡ്സ് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഇന്നത്തെ കാലത്തുള്ള ഒരു ഇഷ്യൂസിനൊക്കെ ഇതായിട്ട് ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടാ? അതെ, ഞങ്ങൾ ബ്രോ ബന്ധം. വിഷുവിന് മുമ്പേ എത്തിയല്ലോ, നേരത്തെ ആണല്ലോ. പുള്ളി വിളിച്ച് ഞാൻ വന്നു, അത്രേ ഉള്ളൂ. എവിടെയാണ് വിളിച്ചത്? ഇച്ചിരി ലേറ്റ് ആയി. അപ്പൊ വിഷുവിന് വിളിച്ചാ വരൂ? പിന്നെ ഞങ്ങള് ബ്രോ ബന്ധം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിഷു ആണ് വന്നം. അച്ചായ പെണ്ണുങ്ങളെ നോക്കണ്ടട്ടാ. ഞാനുള്ളപ്പോ വേറെ ആരും നോക്കണ്ട. അച്ചായൻ കുറച്ച് കലിപ്പനല്ലേ? അച്ചായൻ അലമ്പാണെന്നേ. ഈ പെമ്പിള്ളാരെ കണ്ടു ഞാൻ എന്റെ പുറകെ പോണേണ്. എന്താ അച്ചായ അമ്മച്ചിക്ക് ഫ്രീഡം കൊടുക്കാതെ? അമ്മച്ചിക്ക് ഫ്രീഡം കൊടുത്തേ, അവൾക്ക് വേണ്ടി ഞാൻ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഞാൻ ഫ്രീഡം ആയിട്ട് പറഞ്ഞോട്ടെ, അത് RS സെന്ററാണ്, അതാണ് കുഴപ്പമില്ല. അങ്ങനെ പോയി. അയ്യോ, ഞാൻ പിടിച്ചിട്ടില്ല. ഇവിടെ തുറിച്ച കണ്ണുകളുമായി കയറൊക്കെ ആയിട്ട് കഴുകൻ കണ്ണുകളുമായി ഒരാളുണ്ട്. എന്താ പരിപാടി ഇവിടെ? എന്താ കാര്യം? ഞങ്ങൾ കാർണിവലിന്റെ പരിപാടിയായിട്ട് ഒരു കാലേനും ചിത്രഗുപ്തനും. ചിത്രഗുപ്തൻ ഇവിടെ ആവശ്യമുണ്ടോ ശരിക്കും? ചിത്രഗുപ്തനല്ലേ കണക്ക് എഴുതുന്നത്, കാലനല്ലേ ചിത്രഗുപ്തനല്ലേ അതിൻ്റെ അടുത്തുള്ള അത്. കണക്കിരിക്കുന്നത് ചിത്രഗുപ്തന്റെ അടുത്താണ്. കാലൻ അന്വേഷിച്ച് നടക്കുന്നു. ചിത്രഗുപ്തന്റെ കയ്യിൽ എല്ലാവരുടെയും കണക്കുണ്ടോ? ഉണ്ട്. മാഡത്തിന്റെ നോക്കണമോ? വേണ്ട, കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നാൽ മതി. ചാൻസ് കുറവാണ്. എല്ലാവർക്കും ഒരു ലിമിറ്റഡ് ടൈമേ ഭൂമിയിലുള്ളൂ. കൃത്യസമയത്ത് കൊണ്ടുപോകും. തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കും. അതിനാണ് ഈ കയറ്. ഇത് ചുമ്മാ വെണ്ണയിട്ട് നെയ്തെടുത്ത കവറുകളാണ്. ഫോർട്ട് കൊച്ചിക്കാർ. പക്ഷേ ഇവിടെ തീരുന്നില്ല ആഘോഷം. ഇനി വരും ദിവസങ്ങളിലും കൂടുതൽ കളർഫുൾ കാഴ്ചകളുണ്ട്. അതിനായി നിങ്ങൾ ഫോർട്ട് കൊച്ചിയിലെത്തുക. ഈ കളർഫുൾ കാഴ്ചകളുടെ ഭാഗമാകാൻ നിങ്ങൾക്കും കഴിയും.
വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചെത്തിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.